ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് പറയാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഇൻവോൾവിങ് നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന കേസിൽ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഗുണനാണ് പറയാൻ പോകുന്നത്. ഗുണനം ചെയ്യുന്ന സമയത്ത് ഇതാ ഇൻറ്റു ചെയ്യാണ് അല്ലേ. അതായത് ഒരു പോസിറ്റീവ് നമ്പറും ഇൻറ്റു ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പോസിറ്റീവ് തന്നെയാണ് നമുക്ക് കിട്ടുക അല്ലേ. 2 × 2 4 പോസിറ്റീവ് നമ്പറാണ് വരിക. ഓക്കെ, അതുപോലെ നെഗറ്റീവും വരുമ്പോഴും നമ്മുടെ പോസിറ്റീവാണ് വരിക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ ചാർജുകൾ നേരത്തെ നമ്മൾ ഒരുമിച്ച് വരുന്ന കേസ് പറഞ്ഞു. നെഗറ്റീവും പോസിറ്റീവും വരുമ്പോഴൊക്കെ എന്താണ്, പോസിറ്റീവാണ് വരിക. അതേപോലെ തന്നെയാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ, ഗുണനത്തിൻ്റെ കേസിലും പോസിറ്റീവ് വന്ന് പോസിറ്റീവ്, നെഗറ്റീവും വന്നാലും പോസിറ്റീവ്. അതായത് -2 × -2 അവിടെയും പോസിറ്റീവാണ്. പിന്നെ എവിടെയാണ് മാറുന്നുള്ളൂ, നമ്മുടെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന സമയത്ത്. അതായത് നെഗറ്റീവ് പോസിറ്റീവ്, അതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു വന്നാൽ അപ്പോഴെന്താണ്, രണ്ടും നെഗറ്റീവാണ് വരിക. നമുക്കൊന്ന് നോക്കാം. -2 × 2 അതേപോലെ തന്നെ 2 × -2 തിരിച്ചു വന്നാലും എന്താണ്, -4 ആണ് വരിക. ഇത്രയേ ഉള്ളൂ. ആ ഒരു ചാർജ് ഓർത്താൽ മതി. ഓക്കെ, ഒരേ ചാർജുള്ളവർ അല്ലേ, ഒരേ ചാർജുള്ളവർ തമ്മിൽ ഇൻറ്റു ചെയ്താൽ പ്ലസ്സാണ് വരിക, പോസിറ്റീവ്. സെയിം ഡിഫറെൻറ്റ് ചാർജുള്ളവർ ഇൻറ്റു ചെയ്താൽ മൾട്ടിപ്ലിക്കേഷനാണ്, ഗുണനാണ്. ഇൻറ്റു ചെയ്താൽ നെഗറ്റീവ് വരും. ഇതേ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഡിവിഷനിലും ഹരണത്തിൽ എങ്ങനെയാണ് വരിക, സെയിം. അതായത് ഒരേ ചാർജുള്ളവർ അല്ലേ ഒരുമിച്ചാൽ ഹരിക്കുമ്പോൾ പോസിറ്റീവാണ് കിട്ടുക. പക്ഷേ നമ്മുടെ ഓൾട്ടർനേറ്റായിട്ട് രണ്ട് ചാർജും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറി. ക്ലിയർ ആയോ?